പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ വിശകലനം ചെയ്യുമ്പോൾ ലോകം മുഴുവനും പാഞ്ഞു നടന്ന് ചാരപ്രവർത്തനം നടത്തുന്ന ഇസ്രായേലിന്റെ ആണവായുധ രഹസ്യങ്ങൾ ഇറാൻ അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആണവ ശേഖരം, അതിന്റെ കൃത്യമായ വിവരങ്ങൾ എന്നിവ അടങ്ങുന്ന രേഖ, അത് ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ഇറാന്റെ കയ്യിലെത്തി എന്ന വാർത്ത ഇസ്രായേലി മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഇറാന്റെ ചാരന്മാരായിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങൾ ഇറാന്റെ കയ്യിലെത്തുന്നത് എന്നതാണ് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഈ രേഖകൾ, ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ പൂർണ്ണമായും തന്നെ രേഖകളായി ടെഹ്റാനിലെത്തിയിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയിട്ടുണ്ടെന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാണത്. ഇറാൻ ഈ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒക്കെ ഇറാനിൽ ചാരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത് സുരക്ഷിതമായി ടെഹ്റാനിൽ എത്തുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇറാൻ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. എന്തായാലും ഈ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ്. ഈ രഹസ്യങ്ങൾ ചോർത്തി ഇറാനു നൽകിയ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകം തന്നെ ഈ രഹസ്യങ്ങൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയിരുന്നു എന്ന വിവരമാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് ഇതിനെപ്പറ്റി വിശദീകരണം ഉണ്ടാകുകയാണ്. ഇറാൻ പറയുന്നത് ഇത്തരം രഹസ്യങ്ങൾ ഇറാൻ പുറത്തുവിടും. ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാന്റെ രേഖകളായിട്ടുണ്ട്. ആ ചിത്രങ്ങളും അതിന്റെ വിശകലനങ്ങളും ഒക്കെ ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങൾ പുറത്തുവിടും. ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒക്കെ പുറത്തുവിട്ടാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം ശത്രുക്കളുടെ കൈകളിൽ അതെത്തും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. ഇറാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാദഗതി ഉണ്ടാക്കിയാണ് ഈ വിവരങ്ങൾ ഇറാൻ പുറത്തുവിടും. പക്ഷേ ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊന്നും നൽകുന്ന, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിന് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇറാൻ പറയുന്നത് ഈ വിവരങ്ങളൊക്കെ, ആണവായുധ രഹസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ രഹസ്യങ്ങളും ഒക്കെ കിട്ടിയ സമയത്ത് കൊണ്ട് തന്നെ വളരെ ആസൂത്രിതവും കൃത്യവുമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുവാൻ പറ്റും. ഒരുപക്ഷെ ഇസ്രായേൽ തങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തിരിച്ച് വളരെ ആസൂത്രിതവും ശക്തവുമായ ആക്രമണം നടത്തുവാൻ ഇത്തരം രേഖകൾ തങ്ങളുടെ കൈകളിലെത്തിയത് സഹായകമാകുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം. മറ്റൊന്ന്, ഇസ്രായേലിന്റെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ സിറിയയിൽ ഭരണം അട്ടിമറിക്കപ്പെട്ടതിനു ശേഷം സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സിറിയയുടെ ഭരണകൂടം മിക്കപ്പോഴും ഇസ്രായേലുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ പോകുന്നതിനാണ് ശ്രമിച്ചിരുന്നത് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ സിറിയയിൽ നിന്ന് പുതിയ യുദ്ധമുഖങ്ങൾ ഇസ്രായേലിനെതിരെ തുറക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ കൈവശമുള്ള ഗോലാൻ കുന്നുകളിലേക്ക് സിറിയയിൽ നിന്നും ആക്രമണം ഉണ്ടായതായി ഈ വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നലെയായി മിനഞ്ഞാന്നുമൊക്കെ ആയിട്ട് മിസൈലുകൾ ഇസ്രായേലിന്റെ കൈവശമുള്ള ഗോലാൻ കുന്നുകളിലേക്ക് വന്നു പതിച്ചു. ലക്ഷ്യസ്ഥാനം കണ്ടു, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. മുഹമ്മദ് അൽ ദെയ്ദ് ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിലുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഹമാസിന്റെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇന്നലെ വീണ്ടും ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ഇസ്രായേൽ നേരെ പുതിയ പോർമുഖങ്ങൾ തുറക്കപ്പെടുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹമാസിനോടൊപ്പം സിറിയയിൽ നിന്നും ഒപ്പം ലെബനനിൽ നിന്നും ഇസ്രായേൽ ആക്രമണം നേരിടുന്നു. ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ദിവസങ്ങളാണ് ഇത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.